Sixth question. If in is equal to d raised to n dx raised to n x raised to n log x, prove that in is equal to n into in minus 1 plus n minus 1 factorial. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഐ എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു ഐ എൻ മൈനസ് 1 പ്ലസ് എൻ മൈനസ് 1 ഫാക്ടോറിയലാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഐ എൻ എന്താണ് തന്നേക്കുന്നത്? ഐ എന്നെ നമ്മൾ ഐ എൻ മൈനസ് 1 ടേംസിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഐ എൻ എന്ന് പറയുന്നത് ഡി റേസ് ടു എൻ ഡി എക്സ് റേസ് ടു എൻ ഓഫ് എക്സ് റേസ് ടു എൻ ലോഗ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഐ എൻ മൈനസ് 1 എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? ഡി എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 ലോഗ് എക്സ് ആയിരിക്കുകയല്ലേ. അപ്പോൾ എന്നിന് പകരമല്ല എൻ മൈനസ് 1 വേണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഡി റേസ് ടു എൻ ഡി എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് നമുക്ക് ഡി റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് എന്ന് എഴുതാൻ മേലെ. ഇത് രണ്ടും സെയിം അല്ലേ? ഡി റേസ് ടു എൻ ഡി എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നു. ഡി റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് ഇൻറ്റു ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സെയിമാണ്. അപ്പോൾ നമുക്കതിന് എക്സ് റേസ് ടു എൻ ലോഗ് എക്സ് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡി റേസ് ടു എൻ ഡി എക്സ് റേസ് ടു എൻ നമുക്ക് ഡി എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്ന് എഴുതാം. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിതൊരു ഡി റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 ഫോമിൽ കിട്ടി. ഇനി അകത്തേത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ് റൈസ് ടു എന്നിൻ്റേത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ലോഗ് എക്സ് പ്ലസ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി റൈസ് ടു എൻ ഡി എക്സ് റൈസ് ടു എൻ മൈനസ് 1 നമുക്ക് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ലോഗ് എക്സ് പ്ലസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് എക്സ് റേസ് ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇതെന്ത് വരും? ആദ്യത്തേൻ്റെ അകത്ത് എൻ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കിപ്പം എൻ ഇൻറ്റു ഡി റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 ലോഗ് എക്സ്. എൻ ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുത്തു. എക്സ് മിച്ചം ഉള്ളത് എക്സ് റേസ് ടു എൻ മൈനസ് 1 ലോഗ് എക്സ് ആണ്. എക്സ് റേസ് ടു എൻ മൈനസ് 1 ലോഗ് എക്സ് പ്ലസ് അടുത്ത ടേം എന്താ വന്നേക്കുന്നത്? ഡി എൻ മൈനസ് 1 ആണ്. ഡി എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എൻ മൈനസ് 1 ടൈംസ് എക്സ് റേസ് ടു എൻ മൈനസ് 1 വരാം. ഇനി ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ എൻ ഇൻറ്റു ഇത് നോക്കിയേ, നമ്മുടെ ഐ എന്നിൻ്റെ അകത്ത് എന്നിന് പകരം എല്ലാം എൻ മൈനസ് 1 വന്നേക്കുന്നില്ല. സോ ഇതിന് നമുക്ക് ഐ എൻ മൈനസ് 1 പ്ലസ് ഇനി എൻ മൈനസ് 1 ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1. നമുക്കറിയാം എക്സ് റേസ് ടു എന്നിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. എക്സ് റേസ് ടു എൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 2. അങ്ങനെ എക്സ് എന്നിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് 1 എക്സെട്ര. അപ്പോൾ എൻ മൈനസ് അടുത്തത് ഇൻറ്റു 1 വരും അല്ലേ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ 2 ആകുമ്പം എൻ മൈനസ് 2. അപ്പോൾ എൻ തൊട്ട് എൻ മൈനസ് 1 വരെ. അപ്പോൾ എൻ മൈനസ് എൻ മൈനസ് 1 ചെയ്യുമ്പോൾ ആ 1 എൻ ഇൻറ്റു എൻ മൈനസ് 1 അപ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു എന്ത് വരും? എൻ മൈനസ് എൻ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 0 അത് 1 ആണ്. അപ്പോൾ അത് എൻ ഫാക്ടോറിയലാണ് വരുന്നത്. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എൻ ഫാക്ടോറിയൽ. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് 1ൻ്റെ എൻ മൈനസ് 1 ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ചെറിയൊരു പ്രോബ്ലമാണ്, പക്ഷേ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തത് ആൻസർ നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഐ എൻ ആണ്. നമുക്ക് അതിനെ ഐ എൻ മൈനസ് 1 ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഐ എൻ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം. ഐ എൻ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഐ എൻ മൈനസ് 1 എന്ന് പറയുന്നത് ഡി റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 ലോഗ് എക്സ്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അകത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൻസറായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് x plus y is equal to 1, then prove that
then prove that d raised to n dx raised to n x raised to n into y raised to n is equal to n factorial into y raised to n minus nc1 square yn minus 1 x plus nc2 square yn minus 2 x square plus etc minus 1 raised to n x raised to n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ തന്നേക്കുന്നത്? എക്സ് പ്ലസ് വൈ തമ്മിൽ ഒരു റിലേഷൻ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നൊരു റിലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് റേസ് ടു എൻ വൈ റേസ് ടു എൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടത്. ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് പ്ലസ് വൈ 1 അതിൽ നിന്ന് നമുക്ക് y ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്നെടുക്കാം. y എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ആയതുകൊണ്ട് y1 എന്ന് പറയുന്നത് എപ്പോഴും dy ബൈ ഡി എക്സ്. അപ്പം dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ y1 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം എക്സ് പ്ലസ് വൈ 1 ആയതുകൊണ്ട് y1നെ നമുക്ക് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം നമ്മൾ എക്സ് റേസ് ടു എന്നും വൈ റേസ് ടു എന്നും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ലെറ്റ് x raised to n equal to u and y raised to n equal to v എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ലെബനീസ് തിയറം വെച്ചിട്ട് നമുക്ക് യുവിൻ്റെയും വിയുടെയും എന്ത് ഡെറിവേറ്റീവ് അല്ലേ വേണ്ടത്? എക്സ് റേസ് ടു എന്നെ നമ്മൾ യു ആയിട്ടും വൈ റേസ് ടു എന്നെ നമ്മൾ വി ആയിട്ടും എടുത്താൽ നമുക്ക് യു വിയുടെ എന്ത് ഡെറിവേറ്റീവാണ് വേണ്ടത്? അപ്പം നമുക്ക് ലെബനീസ് തിയറത്തിലെ ടേമുകൾ എഴുതി പോവുകയാണ്. ആദ്യം ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ എക്സ് റേസ് ടു എൻ യു ആ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എന്നിൻ്റെ എന്ത് ഡെറിവേറ്റീവാണ്? നമ്മൾ ഓൾറെഡി കണ്ടു. എക്സ് റേസ് ടു എന്നിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ആയിരിക്കും. അതിൻ്റെ n മൈനസ് 1 ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം അത് n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് വരികയല്ലേ അല്ലേ? എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് വരും. യു എൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ വരും. ഒരു മിനിറ്റ് അത് ചെയ്ത് കാണിക്കാതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇങ്ങനെ എഴുതുന്നതിലും എക്സ് റേസ് ടു എന്നിൻ്റെ u1 എന്ന് പറയുന്നത് എക്സ്, u2 എക്സ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് u2 എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 എക്സ് റേസ് ടു n മൈനസ് 2, u3 എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 എക്സ് റേസ് ടു n മൈനസ് 3. ഇങ്ങനെ നമ്മൾ ജനറലി എഴുതി അങ്ങ് പോവുകയാണെങ്കിൽ യു എൻ മൈനസ് 2 എഴുതാം. നമുക്ക് യു എൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 എക്സെട്ര n മൈനസ് നമുക്കറിയാം u3 വന്നപ്പം n മൈനസ് 2 വരെയാണ്. അപ്പം 3യേക്കാളും ഒന്ന് കുറയ്ക്കും. അപ്പം n മൈനസ് 2വിനേക്കാളും ഒന്ന് കുറയ്ക്കുമ്പോൾ n മൈനസ് 3. അപ്പോൾ n മൈനസ് 3 എക്സ് റേസ് ടു 3 വന്നപ്പം n മൈനസ് 3 അപ്പം n മൈനസ് 2 എന്ന് വരും. എന്ന് പറയുന്നത് എന്താ? n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 എക്സെട്ര അപ് ടു 3 എക്സ് റേസ് ടു 2 എന്ന് വരും. അപ്പോൾ ഈ ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 n മൈനസ് എക്സെട്ര 3. അപ്പം ഒരു 2ഉം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? ഒരു 2ഉം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതിനെ n ഫാക്ടോറിയൽ എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 3 എക്സെട്ര അപ് ടു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന് എഴുതാം. അപ്പോൾ 2 ഉള്ളപ്പം നമുക്ക് 1 ഇൻറ്റു 2 1 ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ് ടു n എന്ന് പറയുമ്പോൾ അത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 എക്സ് സ്ക്വയറാണ്. ഇനി അടുത്തത് യു എൻ മൈനസ് 1 എഴുതുവാണെങ്കിൽ യു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 എക്സെട്ര n മൈനസ് 2 എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ അത് n ഇൻറ്റു n മൈനസ് 1 എക്സെട്ര ഇൻറ്റു 2 എക്സ് റേസ് ടു 1 വരും. അതെന്ന് പറയുന്നത് എന്താണ്?
n ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ അത് എൻ ഫാക്ടോറിയൽ എക്സ് ആണ്. യു എൻ എന്ന് പറയുമ്പം n ഇൻറ്റു എൻ മൈനസ് വൺ എക്സെട്ര n മൈനസ് വൺ എക്സ് റൈസ് ടു n മൈനസ് n. അപ്പോൾ അത് n ഇൻറ്റു എൻ മൈനസ് വൺ എക്സെട്ര അപ് ടു 1 എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് n ഫാക്ടോറിയലാണ്. അപ്പോൾ യു എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ, യു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ്, യു എൻ മൈനസ് ടു എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2x². ഇനി നമുക്ക് ഒരു ടേം കൂടെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ജനറലൈസേഷൻ മനസ്സിലാവും. ഇവിടെ എക്സെട്ര യു എൻ മൈനസ് ടു നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. യു എൻ മൈനസ് 3 ആയിരുന്നുവെങ്കിൽ എന്ത് വരും? n ഇൻറ്റു എൻ മൈനസ് വൺ എക്സെട്ര n മൈനസ് n മൈനസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് n മൈനസ് 3. അപ്പോൾ അത് n ഇൻറ്റു എൻ മൈനസ് വൺ എക്സെട്ര n മൈനസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 4 എക്സ് റൈസ് ടു 3 എന്ന് വരും. അപ്പോൾ ഇൻറ്റു 4 എന്ന് പറയുമ്പം നമുക്കതിനെ ഒരു 3 ഫാക്ടോറിയലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതിൻ്റെ അകത്തോട്ട് ഒരു 3 ഫാക്ടോറിയലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെ അപ്പം ഒരു ഇൻറ്റു 3 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ചെയ്താൽ നമുക്കതിനെ n ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ നമുക്ക് ജനറലി പറയുവാണെങ്കിൽ യു എൻ മൈനസ് 3 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയലാണ്. n മൈനസ് 2 ആണെങ്കിൽ n ഫാക്ടോറിയൽ x² ബൈ 2. അപ്പോൾ യു എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ, യു എൻ മൈനസ് 1 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ്, യു എൻ മൈനസ് 2 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2 x², യു എൻ മൈനസ് 3 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് തിരിച്ചെഴുതുവാണെങ്കിൽ ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് യു എൻ തൊട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ യു എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ, യു എൻ മൈനസ് 1 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ്, യു എൻ മൈനസ് 2 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2x², യു എൻ മൈനസ് 3 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എക്സ് ക്യൂബ്, യു എൻ മൈനസ് 4 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? n ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ എക്സ് റൈസ് ടു 4. നമുക്ക് ആ പാറ്റേൺ മനസ്സിലായി. അപ്പോൾ യു എൻ മൈനസ് 1 ആകുമ്പോൾ എക്സ്, എൻ മൈനസ് 2 x² എക്സ് ക്യൂബ്, n മൈനസ് 4 ആകുമ്പോൾ എക്സ് റൈസ് ടു 4, n മൈനസ് 2 ആയപ്പം 2 ഫാക്ടോറിയൽ, n മൈനസ് 3 ആയപ്പം 3 ഫാക്ടോറിയൽ, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും യു എൻ മൈനസ് 2. ഇനി നമുക്ക് v1 v2 ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ v എന്ന് പറയുന്നത് y റൈസ് ടു n ആണ്, v എന്ന് പറയുന്നത് y റൈസ് ടു n ആണ്. അപ്പം നമുക്ക് v1 എന്ന് പറയുന്നത് n y റൈസ് ടു n മൈനസ് 1 y1 വരില്ല. കാരണം v1 നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ y റൈസ് ടു എൻ്റെ എന്ത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ n y റൈസ് ടു n മൈനസ് 1 നമുക്ക് n y റൈസ് ടു n മൈനസ് 1 ഇൻറ്റു y1 വരും. y1 എന്ന് പറയുന്നത് -1, അപ്പോൾ -1 ഇൻറ്റു n y റൈസ് ടു n മൈനസ് 1. ഇനി v2 എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം -1 n മൈനസ് 1 y റൈസ് ടു n മൈനസ് 2 ഇൻറ്റു y1 വരും അല്ലേ, ഇൻറ്റു y1. അതായത് ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. v1 എന്ന് പറയുന്നത് v എന്ന് പറയുന്നത് y റൈസ് ടു n ആണ്, v എന്ന് പറയുന്നത് y റൈസ് ടു n. അപ്പോൾ y റൈസ് ടു v നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. v എന്ന് പറയുന്നത് y റൈസ് ടു n ആണ്. y റൈസ് ടു n-ൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n y റൈസ് ടു n മൈനസ് 1 ഇൻറ്റു dy ബൈ dx, dy ബൈ dx 1 ആണ്. അപ്പോൾ അത് -1 n y റൈസ് ടു n മൈനസ് 1 കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ -1 n മൈനസ് 1 y റൈസ് ടു n മൈനസ് 1. അപ്പം എന്ത് വരും? അത് -1² n ഇൻറ്റു n മൈനസ് 1 y റൈസ് ടു n മൈനസ് 2. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? v2 ആകുമ്പോൾ -1², v3 ആകുമ്പോൾ -1 ക്യൂബ്, n മൈനസ് 1 n മൈനസ് 2 y റൈസ് ടു n മൈനസ് 3 എന്ന് വരും, -3 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ജനറലി പറയുവാണെങ്കിൽ ഇങ്ങനെ പോയി vn മൈനസ് 1 നമുക്ക് എഴുതാം. vn മൈനസ് 1 എന്ന് പറയുമ്പം -1 റൈസ് ടു 3, ഇവിടെയാണെങ്കിൽ നമ്മൾ n മൈനസ് 2 വരെയല്ലേ എഴുതിയത്. അപ്പം -1 റൈസ് ടു 3 എന്ന് പറയുമ്പോൾ n മൈനസ് 1, n ഇൻറ്റു n മൈനസ് 1 എക്സെട്ര അപ് ടു v3 വന്നപ്പം n മൈനസ് 2. അപ്പം n മൈനസ്
3യിൽ നിന്ന് 1 കുറച്ചതാണ് 2. n മൈനസ് n മൈനസ് 2 y റേസ് ടു n മൈനസ് 1. അപ്പോൾ അത് മൈനസ് ഇൻറ്റു -1 കൂടെ വരും. -1 ഓൾറെഡി നമ്മൾ എഴുതി. അപ്പം -1 റേസ് ടു n മൈനസ് 1 n ഇൻറ്റു n മൈനസ് 1 എക്സെട്ര 2 y റേസ് ടു 1 എന്ന് വരും. y റേസ് ടു 1 വരും. അപ്പോൾ അത് -1 റേസ് ടു n മൈനസ് 1 n ഫാക്ടോറിയൽ y. വി എൻ എന്ന് പറയുമ്പം വൈയുടെ ഡെറിവേറ്റീവ് y1 എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അത് -1 റേസ് ടു n ഫാക്ടോറിയൽ. കാരണം വൈയുടേത് ഡെറിവേറ്റീവ് -1 ബാക്കി കോൺസ്റ്റൻ്റ്. അപ്പോൾ -1 റേസ് ടു n മൈനസ് 1 ഇൻറ്റു -1 എന്ന് പറയും -1 റേസ് ടു n ഫാക്ടോറിയൽ. ഇത്രയും ചെയ്ത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെയ്ത് വെച്ചത്. Therefore, by Leibniz theorem, UVN എന്ന് പറയുന്നത് UNV പ്ലസ് NC1 UN മൈനസ് 1 V1 പ്ലസ് NC2 UN മൈനസ് 2 V2 പ്ലസ് എക്സെട്ര NCN UVN ഇതാണ് വരുന്നത്. Therefore, d raised to n dx raised to n of x raised to n y raised to n is equal to d raised to n dx raised to n of uv. കാരണം നമ്മുടെ യുവും വിയും ആണ് നമ്മൾ x raised to n v raised to n y raised to n ആയിട്ട് എടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു UNV. UN നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് n ഫാക്ടോറിയൽ. v നമുക്ക് y raised to n ആണ്. പ്ലസ് അടുത്തത് NC1 എന്ന് പറയുമ്പം n UN മൈനസ് 1 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ആണ്. V2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് -1 സ്ക്വയർ അല്ലേ. V2 എന്ന് പറയുന്നത് -1 സ്ക്വയർ n ഇൻറ്റു n മൈനസ് 1 y റേസ് ടു n മൈനസ് 2. അടുത്തത് NC നമ്മൾ ആദ്യത്തെ ടേം എഴുതി UN മൈനസ് 1 V1. അടുത്തത് NC2 UN മൈനസ് 2 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2 x സ്ക്വയർ ഇൻറ്റു V2 നമ്മളിവിടെ എഴുതിയത് മാറിപ്പോയല്ലേ. ഒന്നും കൂടെ പറയാവേ. ആദ്യം UN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ V എന്ന് പറയുന്നത് y റേസ് ടു n. അടുത്തത് NC1. അപ്പം NC1 UN മൈനസ് 1 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് UN മൈനസ് 1 V1 എന്ന് പറയുന്നത് -1 n y റേസ് ടു n മൈനസ് 1. അടുത്തത് NC2 UN മൈനസ് 2 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2 എക്സ് സ്ക്വയർ. NC2 V2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. -1 സ്ക്വയർ n ഇൻറ്റു n മൈനസ് 1 y n മൈനസ് 2 പ്ലസ് അടുത്തത് എന്താ NC3 n ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് -1 ക്യൂബ് n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 y റേസ് ടു n മൈനസ് 3 പ്ലസ് എക്സെട്ര. ഇനി ലാസ്റ്റ് ടേം എഴുതിയാൽ മതി. NCN U എന്ന് പറയുന്നത് x റേസ് ടു n. UN V ആണ്. V നമ്മുടെ
vn ആണ്. vn എന്ന് പറയുമ്പോൾ -1 ഫാക്ടോറിയൽ. ഇതാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ട ആൻസറുമായിട്ട് നോക്കിയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് n ഫാക്ടോറിയൽ y⁻n, അതിനതുപോലെ തന്നെ ഇടാം, n ഫാക്ടോറിയൽ y⁻n. ഇനി നമുക്ക് വേണ്ടിയിരുന്ന ടേം എന്താ? ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയാൽ nc1² yn-1x ആണ്. അപ്പോൾ yn-1x കഴിഞ്ഞാൽ മിച്ചമുള്ള ടേം നമ്മൾ നോക്കിയേ, ഒരു nc1 ഇവിടെ ഉണ്ട്, ഒരു n ഫാക്ടോറിയൽ കോമൺ ആയിട്ട് പുറത്തെടുക്കണം, പിന്നെ n പ്ലസ് n ഫാക്ടോറിയൽ nc1 x ny⁻n. nc1 എന്ന് തന്നെ നമുക്ക് n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഇൻറ്റു nc1ഉം nc1 n ആണ്, n-ഉം n ആയതുകൊണ്ട് നമുക്കതിന് nc1² yn-1. അതായത് ഈ nc1ഉം ഈ n എന്ന് പറയുന്നത് എന്താണ്? nc1 തന്നെ. അപ്പോൾ nc1 ഇൻറ്റു nc1, അപ്പോൾ nc1², n ഫാക്ടോറിയൽ എക്സ് y⁻n-1. അടുത്തത് nc2, ഒരു n ഫാക്ടോറിയലുണ്ട്, n ഫാക്ടോറിയൽ ആദ്യം എഴുതി, പിന്നെ nc2 -1², ഇവിടെ ഒരു -1 കൂടി ഉണ്ടായിരുന്നേ, nc2 -1² x². പിന്നെ ഉള്ളത് n×n-1, ഇപ്പുറത്തൊരു 2 ഉണ്ട്, അത് ഒരുമിച്ച് എഴുതിയപ്പോൾ y⁻n-2. ഇത് ചെയ്ത് ഇത്രേ ഉള്ളൂ. ഒരു nc2 ഉണ്ട്, nc2ഉം n ഫാക്ടോറിയലും എഴുതി, പിന്നെ ഉള്ളത് -1² x², പിന്നെ n×n-1/2 y⁻n-. ഇനി നമുക്കറിയാം n×n-1/2 എന്ന് പറയുന്നത് nc2 തന്നെ, അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. അടുത്തത് പ്ലസ് n ഫാക്ടോറിയൽ nc3 x³ -1³ n×n-1n-2/3 ഫാക്ടോറിയൽ y⁻n-3. n ഫാക്ടോറിയലും x³ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് nc3 -1³ n×n-1n-2/3 ഫാക്ടോറിയൽ y⁻n-3. അപ്പോൾ ഇതിനെ നമുക്ക് പിന്നെ nc3 എന്ന് എഴുതാം, അല്ല n×n-1n-2/3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ nc3 ആണ്. പ്ലസ് ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ncn ആണ്. ncn എന്ന് പറയുന്നത് 1 ആണ്. x⁻n-1n n ഫാക്ടോറിയൽ. അപ്പം നമുക്ക് n ഫാക്ടോറിയൽ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ y⁻n, ഇവിടെ ഇവിടെ -1 ഉണ്ട്, n ഫാക്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ nc1² y⁻n-1. അടുത്തത് n ഫാക്ടോറിയൽ നമ്മൾ പുറത്തെടുത്തു, ഇവിടെ ഒരു nc2 ഉണ്ട്, ഇതും nc2, അപ്പോൾ nc2². -1² എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആണ്. അപ്പം n ഫാക്ടോറിയൽ പുറത്തെടുത്തു, nc2ഉം ഈ nc2 എന്ന് പറയുമ്പോൾ നമുക്ക് nc2² x² y⁻n-2 y⁻n-2 x². ഇവിടെ ഒരു x ഉണ്ടായിരുന്നേ, വിട്ടുപോയത്, ഒരു x ഉണ്ട്. അടുത്ത് നോക്കിയേ, n ഫാക്ടോറിയൽ പുറത്തെടുത്തു, മൈനസ് വരും, -1³ എന്ന് പറയുമ്പം അത് മൈനസ് ആണ്. ഇവിടെ nc3, ഇതും nc3, അപ്പം -nc3². ഇവിടെ ഒരു x³ ഉണ്ട്, y⁻n-3 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് -1/n x⁻n. n ഫാക്ടോറിയൽ കോമൺ ആയിട്ട് ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഇതാണെങ്കിൽ n×n-1 n-2/3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ nc3 ആണ്. n×n-1/2 എന്ന് പറയുന്നത് നമ്മുടെ nc2 ആണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സിൽ ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ലെബനീസ് തിയറം നമ്മൾ എഴുതി, x⁻n-ഉം y⁻n-നെ u എന്നും v എന്നും വിളിച്ച ആ യുകളുടെ ഡെറിവേറ്റീവുകളും വിയുടെ ഡെറിവേറ്റീവുകളും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് വെച്ചാൽ പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. x⁻n-നെ u എന്നും y⁻n-നെ v എന്നും വിളിച്ചാൽ u1 u2 u3 ജനറലി കണ്ടുപിടിച്ചിട്ട് un തൊട്ടുള്ളത് എഴുതി, പിന്നെ v1 v2 v3 കണ്ടുപിടിച്ചിട്ട് vn എന്താണെന്ന് എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, അത് നമുക്ക് പെട്ടെന്ന് കിട്ടും.